അടുത്ത കാലത്ത് ഞാൻ എഴുത്തിലാണ്. എഴുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്തായി മാറി. ഒരു നോവൽ എഴുതി, 18 കഥകൾ എഴുതി. 18 കഥകളിലെ മാതൃഭൂമി ഉൾപ്പെടെ ഗംഭീരമായിട്ട് സ്വീകരിച്ച എൻ്റെ കഥകൾ. കലാകൗമുദിയിലെ 4 കഥകൾ കഴിഞ്ഞ ഓണപ്പതിപ്പിൽ വന്നു. അതിപ്പോൾ സിനിമയാക്കാൻ വേണ്ടി ആൾക്കാരാണ്. ക്യാപ്റ്റൻ ഇത്താക്ക് ചാക്കോ, എൻ്റെ എല്ലാം ഒരു ചെറിയ ഹ്യൂമർ ടച്ചാണ് കഥകളെല്ലാം. അപ്പോൾ അത് വായിക്കുന്നവർക്ക് റീഡബിലിറ്റി ഉണ്ടെന്നാൽ മതി. ഇത്രയും റീഡബിലിറ്റി ഉള്ള കഥകൾ പിന്നെ ആരും വായിച്ചില്ല. അതുപോലത്തെ കഥകളായിരുന്നു. അത് കുറേയൊക്കെ അനുഭവങ്ങളിൽ നിന്നും എൻ്റെ മനസ്സിലുള്ള ഹ്യൂമറും കൂടെയാണ്. ക്യാപ്റ്റൻ ഇത്താക്ക് ചാക്കോ മലയാളം ബി എന്ന് പറഞ്ഞൊരു കഥ ഞാൻ കലാകൗമുദി ഓണപ്പതിപ്പിലിട്ടു. അതുപോലെ മിസ് കേരളയും പുണ്യാളനും ചന്ദ്രികയിലാണ് ആദ്യം വരുന്നത്. പിന്നെ ചില പെൺകുട്ടികൾ അങ്ങനെയാണ്. പേരിൽ പോലും അതൊക്കെ ഞാൻ ബഷീറിൻ്റെ അൻറുപ്പാപ്പകരാനുണ്ടാകുന്ന, എനിക്ക് ബഷീറിൻ്റെ കഥ പണ്ടേ ഇഷ്ടമാണ്. അപ്പോൾ അതിനകത്തൊരു സത്യമായിട്ടുള്ള ഹ്യൂമറല്ല, ആ ഒരു എനിക്ക് നാച്ചുറലായിട്ടുള്ള ഒരു ഫ്ലോ ഉണ്ട് എൻ്റെ എഴുത്തിൽ. അത് ഞാനിപ്പോൾ എൻജോയ് ചെയ്യാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് മാതൃഭൂമിയിൽ വന്നൊരു കഥ തന്നെ, അത് നിങ്ങൾ വായിച്ചെന്നറിയില്ല, വാസ്കോഡി ഗാമ. വാസ്കോഡി ഗാമ എന്ന കഥയുടെ പേര്, പക്ഷേ വാസ്കോഡി ഗാമ എന്നൊരു പട്ടിയുടെ പേരാണ്. ഒരു പട്ടിയും ഒരച്ഛനും പിന്നെ ഒരു കള്ളുകുടിയനും ഒരു കള്ളുഷാപ്പും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു ഡിഫറൻസ് സാധനമാണ്. അപ്പോൾ അതിനകത്തൊരു മെസ്സേജുണ്ട്, ഫിലോസഫിയുണ്ട്, ഹ്യൂമറുണ്ട്. ഹ്യൂമറിൽ കൂടെ നമ്മൾ ഫിലോസഫി പറയുകയാണ്. അത് വായിച്ചവരെല്ലാം പറഞ്ഞ് അത് മാതൃഭൂമി ഒന്ന് റിലാക്സ് ചെയ്തു. മാതൃഭൂമി വളരെ സീരിയസ് കഥകളിൽ നിന്ന് വേറെ ലെവലിലേക്കൊക്കെ എൻ്റെ കഥ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ, അല്ലാതെ വെറുതെ എൻ്റെ ഒരു കഥയും കിടത്തില്ലല്ലോ. അപ്പം ആ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിങ് അക്സെപ്റ്റ് ചെയ്തെന്നാണ്. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നതാണ്. അപ്പം നോവൽ എഴുതി, ഈ 2-3 വർഷം കൊണ്ട് ഞാനൊരു നോവൽ ഫിനിഷ് ചെയ്തു. അപ്പം അതുപോലെ തന്നെ 18 കഥകൾ. അപ്പോൾ ഞാൻ ഈ ഓരോ കഥകൾ എഴുതുമ്പോൾ ഓരോരുത്തർ അയച്ചു കൊടുക്കാറുണ്ട്. സക്കറിയ, ബെന്യാമിൻ, പിന്നെ അഷ്ടാദ് ബത്തേരി, ഇങ്ങനെയൊക്കെ വെറുതെ അഭിപ്രായം അറിയാൻ വേണ്ടി. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു, കഥയാകുമോ എന്തെന്നൊക്കെ. അപ്പോൾ അവർ വായിച്ചിട്ട് പറഞ്ഞു ഇതൊരു ഭയങ്കര, എല്ലാവരും ഒരേ കാര്യം പറഞ്ഞു. മധുബാലൊക്കെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കഥ വായിച്ചിട്ട് ഹൈലി റീഡബിൾ എന്ന് പറഞ്ഞു. ചെറുകഥയ്ക്ക് വേണ്ടി അതാണ്. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ എഴുത്തിലേക്ക് കുറച്ചുകൂടെ പിന്നെ അത് തന്നെയല്ലേ എഴുതുമ്പോഴുള്ളൊരു ആനന്ദം നമുക്കൊരിക്കലും പിന്നെ അഭിനയിക്കുമ്പോൾ. കാരണം അഭിനയം എന്ന് പറയുന്നത് വേറൊരാൾ പറയുന്നത് നമ്മൾ ഫോളോ ചെയ്യുമല്ലേ. അതായത് ഞാൻ അങ്ങോട്ട് നടന്നിട്ട് അവിടുന്ന് ഒരു ക്ലാസ്സിൽ തിന്നുകൊണ്ടിട്ട് അവിടെ ഡയലോഗ് പറഞ്ഞ് തിരിച്ച്, ഇതെപ്പോഴും നമ്മളൊരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് കളിക്കുന്ന ഒരു കളി. അപ്പോൾ ഒരു കലാകാരൻ്റെ ഒരു 100% ഫ്രീഡം അഭിനയത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നാടകത്തിൽ നമ്മൾ അഴിച്ചുവിടുന്നുണ്ട്, പക്ഷെ നമുക്ക് സമയമുണ്ട് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ. ഇതിനകത്ത് പറഞ്ഞാൽ നമ്മളൊരു ലിമിറ്റഡ് സമയം കൊണ്ട് ഡയലോഗ് പഠിക്കുക. അപ്പോൾ ആ ഒരു ഫ്രീഡം ഒരിക്കലും എഴുതുന്ന പറഞ്ഞാൽ എൻ്റെ സ്വന്തമാണ്. ഞാനാ തീരുമാനിക്കുന്നത് ഈ കഥാപാത്രത്തെ എന്ത് ചെയ്യിക്കണം, കള്ളു കുടിപ്പിക്കണം, നടത്തണം. ഇത് വാസ്കോഡി ഗാമ തന്നെ അതിനകത്ത് ഒരു അച്ഛനാണ് കഥാപാത്രം. അച്ഛനിങ്ങനെ വെറുതെ ബീച്ചിൽ കൂടെ നടന്നു പോകുമ്പം ആ അച്ഛൻ്റെ കൂടെ ഞാൻ നടക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം കാണുന്ന കാര്യങ്ങളാണ് കഥയായിട്ട് വരുന്നത്. അതായത് കഥ എൻ്റെ മനസ്സിലല്ലേ എഴുതുമ്പോൾ എനിക്ക് കഥയിലൂടെ ഞാൻ സഞ്ചരിക്കുകയാണ്. കഥ ആ ഒരു സുഖമൊന്നും ഒരിക്കലും പിന്നെ അഭിനയിക്കുമ്പോൾ കിട്ടാറില്ല. പക്ഷേ ചില കഥാപാത്രങ്ങൾ എനിക്കിഷ്ടമുണ്ട്. ഇതിനകത്ത് ഈ സിനിമയ്ക്കകത്ത് മനുഷ്യന്മാങ്ങത്തെ കഥാപാത്രം എനിക്ക് സ്നേഹമുണ്ട്. പളിങ്കിലെ കവിയെ സ്നേഹിച്ച പോലെ ഞാൻ ഇതിനെ സ്നേഹിക്കാൻ കാരണം അതിനകത്തെ ഹ്യൂമർ പാർട്ടാണ്. ഞാൻ ബേസിക്കലി ഒരു ഹ്യൂമറിനെ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു അങ്ങനത്തെ കഥാപാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കഥാപാത്രങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ്. പക്ഷേ ഞാൻ ഫിക്ഷനാണ്, കുറച്ചുകൂടെ അത് ഒന്ന് മാറ്റും. പക്ഷേ എൻ്റെ ഒരു മോർ ദാൻ 50% റിയൽ ക്യാരക്ടേഴ്സ്. അതുകൊണ്ട് വായിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും, റിയലായി തോന്നണം. അത് റിയലാണ് ക്യാരക്ടേഴ്സ്. പിന്നെ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഒരു കഥ അതായത് എഴുത്തിനൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നമ്മൾ കഥാപാത്രം റിയൽ ആണെങ്കിൽ പോലും അദ്ദേഹത്തെ മാറ്റി. ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് നോവൽ എന്ന് പറഞ്ഞാൽ പൂതത്താങ്കുന്ന് എന്ന് പറഞ്ഞ ഒരു ഇമാജിനറി വില്ലേജാണ്. അവിടെ ഒരു കോളേജ്, ഒരു കുന്ന്, അപ്പോൾ അവിടുത്തെ കുറേ ജീവിതങ്ങൾ, കോളേജുണ്ട്, കുറച്ച് കോളേജ് ലൈഫുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ലൈഫ് സ്റ്റോറിയാണത്. കോളേജ് ലൈഫ് മാത്രമല്ല, നമ്മൾ അവിടെ ആ വില്ലേജിൽ താമസിക്കുമ്പോൾ ഒരു പിന്നെ ലോഡ്ജിൽ താമസിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാരും പിന്നെ ആ ഒരു വില്ലേജിലെ അങ്ങനെയൊക്കെ ഒരു. പക്ഷേ അതെല്ലാം റിയൽ ക്യാരക്ടേഴ്സ് എല്ലാം റിയലാണ്. പല സംഭവങ്ങളും റിയലാണ്. അങ്ങനെ എഴുതിയാലേ ഉള്ളൂ. ഇപ്പം ഗോഡ് ഓഫ് സ്മോൾ തിങ്സും റിയലാണ്, ബെന്യാമിൻ്റെ ആടുജീവിതം റിയലാണ്. ബെന്യാമിൻ്റെ അനുഭവം അല്ലെങ്കിൽ പോലും ഇതിപ്പോൾ എൻ്റെ അനുഭവമായിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവമായിരിക്കണം. അങ്ങനെ ഒരു റിയാലിറ്റി കഥയിൽ വേണം എന്നെനിക്ക് നിർബന്ധമുള്ള ആളാണ്. ഇന്നത്തെ കഥകൾ അങ്ങനെയാണ്, ഒരു ജേർണലിസ്റ്റിക് ടൈപ്പാണ് കഥകൾ. പണ്ടത്തെ പോലെ ഒരു കംപ്ലീറ്റ് ഇമാജിനേഷൻ ഒരു കഥ എഴുതുകയല്ല വേണ്ടത്. ഒരു സംഭവങ്ങളും എൻ്റെ കഥാപാത്രങ്ങളെല്ലാം ജീവിച്ചിരിക്കുന്ന EMS തൊട്ട് രജനീകാന്ത് വരെ ഉണ്ട് എൻ്റെ നോവലിനകത്ത്. എല്ലാവരും ഉണ്ട്, രാജൻ, എല്ലാ കഥാപാത്രങ്ങളും റിയലാണ്. പിന്നെ കുറേ ഇമാജിനറി കഥാപാത്രങ്ങളുണ്ട്. പക്ഷേ ഒരു ഹിസ്റ്റോറിക് നോവൽ പോലെ ഫീൽ ചെയ്യും വായിക്കുമ്പോൾ. സമയങ്ങൾ രാജനെ അറസ്റ്റ് ചെയ്ത സമയം അങ്ങനെയൊക്കെ, പിന്നെ കരുണാകരനും എല്ലാവരും ഉണ്ട്. മിക്കവാറും കേരളത്തിലുള്ള യേശുദാസ് തൊട്ട് കേരളത്തിൽ അതിനകത്ത് മമ്മൂട്ടി തൊട്ട് അതിനകത്തില്ലാത്ത അത് അവർ കഥാപാത്രങ്ങളല്ല, പറഞ്ഞു വരുന്നത് കൂടെ വരുന്ന സംഭവങ്ങളാണ്. ഒരു ഓട്ടോറിക്ഷ പിടിക്കുമ്പോൾ രജനി എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷയാണ് പിടിക്കുന്നത്.
അപ്പോൾ ആൾ ഇതാരാന്ന് ചോദിക്കും, അത് മോളാണോ എന്ന് ചോദിക്കും, രജനി എന്ന് പറഞ്ഞു. നോ ഇതാന്താ പെരിയ ആക്ടർ രജനികാന്ത്, കടവള മാറി അങ്ങനെയൊക്കെ കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്, അല്ലാതെ അവരൊന്നും മെയിൻ കഥാപാത്രങ്ങളല്ല. അതൊരു വേറൊരു സ്റ്റൈൽ. ഒരു നോവലിൻ്റെ ഒരു നിയമങ്ങളൊന്നും പാലിക്കാതെ കഥാപാത്രങ്ങളെ അഴിച്ചുവിട്ട ഒരു ഇതാണ്. അതൊരു പുതുമയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഡയറി കുറിപ്പുകൾ പോലെയാണ്, ഓരോ അധ്യായം ഓരോ കഥ പോലെയാണ് വന്നിരിക്കുന്നത്. 2 കഥകൾ എനിക്ക് സിനിമയാക്കിയാൽ നന്നാകുമെന്ന് തോന്നിയ 2 കഥകളുണ്ട്. സിനിമയാക്കാൻ വേണ്ടി എഴുതല്ല, പക്ഷേ എഴുതി കഴിഞ്ഞപ്പോൾ അത് സിനിമയാക്കിയാൽ നന്നാകും എന്നൊരു തോന്നുന്നു. അതാണ് ഒന്ന് ഞാൻ പറഞ്ഞ ക്യാപ്റ്റൻ ഇത്താഖ് ചാക്കോ മലയാളം ബി എന്ന് പറഞ്ഞ ഒരു അടിപൊളി പാർട്ടിയാണ്. ഒരു 40-45 വയസ്സുള്ള പാർട്ടിയാണ്. പുള്ളി ഇവിടെ ഭയങ്കര ശല്യമായിട്ട് കല്യാണം കഴിച്ച് അമേരിക്കയിൽ വിടുന്നതാണ്. അവിടെ പോയി അതിലും അടിപൊളിയായിട്ട് അവസാനം അവിടെ പുള്ളി പള്ളിപ്രസംഗം തുടങ്ങും, കാശുണ്ടാക്കും, ഇത് വൃത്തിയില്ലാതെ. പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്നതും ഒക്കെ അത് വേറൊരു സംഭവമാണ്. അത് അതൊരു റിയൽ കഥാപാത്രത്തെ ബേസ്ഡ് എഴുതുക. ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, പുള്ളി പുള്ളി കല്യാണം കഴിച്ചവിടെ വിട്ടു. അവിടെ ചെന്ന് ആകെ പ്രശ്നമായി, പിന്നെ ചീട്ടുകളിയും കള്ളുകൂടിയൊക്കെ ആയി. അവസാനം പുള്ളി മാനസാന്തരപ്പെട്ട് പിന്നെ പള്ളികളിൽ പ്രസംഗിക്കാൻ തുടങ്ങി, അമ്പലങ്ങളിൽ മതേതരമാണ് പുള്ളി, എല്ലായിടത്തും പ്രസംഗിക്കും, എല്ലാം കാശിട്ട്. അങ്ങനെ ഒരു അടിപൊളി പാർട്ടി തിരിച്ചിവിടെ വന്നിട്ട് അമേരിക്കാരെ മുഴുവൻ തരും പറയുന്നു. അങ്ങനെ ഒരു പാർട്ടി, അതൊരു സിനിമയാക്കാൻ പറ്റിയൊരു കാര്യം. 2 കൾച്ചറും വരുന്നതാണ് അത്. പിന്നെ മിസ് കേരളയും പുണ്യാളെന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഒരു പെൺകുട്ടിയുടെ ബോൾഡ്നെസ്സാണ്. അത് ഭയങ്കര ഇതുവരെ നമ്മൾ കാണാത്തൊരു മലയാളി പെൺകുട്ടി. അത് റിയലാണ്. നമ്മൾ അവിശ്വസനീയമായ കഥയെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല, അതുപോലത്തെ കഥകളാണ്. പക്ഷേ അത് ഹ്യൂമർ കൂടെ പറഞ്ഞേക്കുന്നത്. മാറ്റങ്ങൾ പക്ഷേ എനിക്ക് എഴുത്ത് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നു. അങ്ങനെ ഒരു വലിയ സ്ട്രെയിൻ എടുത്തല്ല ഞാൻ എഴുതുന്നത്. എൻ്റെ കഥ വായിക്കും പറയാം, ഞാൻ അങ്ങനെ ഒരു വല്ലാത്ത സ്ട്രെയിൻ എടുത്തും തലചൊറിഞ്ഞും അങ്ങനെയൊന്നും ഞാൻ എഴുതാറ്. എനിക്കതൊരു എൻജോയ്മെൻറ്റാണ്. മനസ്സിലായത് എൻ്റെ എഴുത്ത് വായിക്കുമെന്ന് പറയാം, ഒരു ഫ്ലോ അത് മാറുമ്പോൾ എൻ്റെ എഴുത്ത് എഡിറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഒരു സെൻറ്റൻസ് മാറ്റാൻ പറ്റില്ല. ഈ അറിയാതെ വരുന്നൊരു ഫ്ലോ ഉണ്ടല്ലോ, ആ ഒരു ഫ്ലോയിൽ കൂടെ അങ്ങ് എഴുതുന്നത്. ഞാനങ്ങനെ ഒരു സ്ട്രെയിൻ എടുത്തല്ല എഴുതുന്നത്. ഈ സ്ട്രെയിൻ എടുത്ത് ചെയ്യുന്ന ഒരു കാര്യവും സക്സസ്ഫുൾ ആകത്തില്ലെന്ന് എൻ്റെ ധാരണ. അഭിനയിക്കുമ്പോഴും സ്ട്രെയിൻ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ദാസേട്ടൻ പാടുമ്പോൾ സ്ട്രെയിൻ ഉണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യും. എഴുത്തിലും സ്ട്രെയിൻ ഉണ്ടാകാൻ പാടില്ല, ഒരു കലയിലും സ്ട്രെയിൻ ഉണ്ടാകാൻ പാടില്ല. സ്ട്രെയിൻ ഉണ്ടാകുന്നത് ഞാൻ എഴുതാത്ത കലാകാരനല്ല. ഞാൻ ഭയങ്കര അങ്ങോട്ട് ചിന്തിച്ച് രാത്രി ഉറക്കം വന്നില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ രാത്രിയിൽ ഒരു കഥ എഴുതാൻ തുടങ്ങിയാൽ ഞാൻ ആദ്യം തുടങ്ങും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എവിടെയെങ്കിലും എനിക്കൊരു ബ്രേക്ക് വന്നാൽ അപ്പം നിർത്തും. ആ ഫ്ലോ നിന്നാൽ അപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കംപ്ലീറ്റ് ഓഫ് ചെയ്യും. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോഴേക്കടാ അത് അവനെ കഥാപാത്രം ഇങ്ങോട്ട് മാറ്റിയാൽ നന്നായിരിക്കുമല്ലോ, അതങ്ങ് മറന്നിട്ട് ഞാൻ പിന്നെ രാത്രി കിടക്കുമ്പോഴായിരിക്കും ഓർക്കുന്നത്. മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ അല്ലാതെ ഞാൻ ഒരിക്കലും സ്ട്രെയിൻ തോന്നുമ്പോൾ ഞാൻ എഴുതത്തില്ല. എനിക്ക് ഒരു ഫ്ലോ ഉള്ളപ്പോൾ ഞാൻ എഴുതി അങ്ങനെയാണ് ഇത്രയും കഥകൾ ചുരുങ്ങിയ കാലം കൊണ്ട്. ഞാൻ എല്ലാവരും പറയുന്നത് 10 വർഷം എടുക്കും, 5 വർഷം കൊണ്ട്. ഞാൻ 2 വർഷം കൊണ്ട് നോവൽ ഫിനിഷ് ചെയ്തു. അതിനിടയ്ക്ക് 18 കഥകൾ എഴുതി. അപ്പോൾ എനിക്ക് സ്ട്രെയിനേ ഇല്ലായിരുന്നു. പിന്നെ മറ്റുള്ളവർക്കും തോന്നും, മറ്റവർക്ക് ചിലപ്പോൾ സ്ട്രെയിനാണെന്ന് ചിലപ്പോൾ തോന്നുമായിരിക്കും, ഭാര്യയൊക്കെ തോന്നുമായിരിക്കും രാത്രിയിലൊക്കെ എഴുതിയിട്ട്. പക്ഷേ അത് എനിക്ക് സ്ട്രെയിനൊന്നും അല്ലായിരുന്നു, അതിൽ ഞാൻ എൻജോയ് ചെയ്യാണ്.